ശബ്ദിക്കേണ്ടവരും പ്രതിഷേധിക്കേണ്ടവരും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? പാവപ്പെട്ടവന്റേതടക്കമുള്ള നികുതി പണം ചില ഇടതുപക്ഷ ഭൂമാഫിയകളുടെ അണ്ണാക്കിലേക്ക് പിണറായി സഖാവും കൂട്ടാളികളും തള്ളിക്കൊടുത്തതിന്റെ ചില പങ്കുകൾ ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും ലഭിച്ചതാണോ ഇതിനെതിരെ പ്രതിഷേധിക്കാത്തത്? അതല്ല എങ്കിൽ ആരെയെങ്കിലും ഭയന്നിട്ടാണോ? പ്രതിഷേധിക്കേണ്ട യുവജന വിഭാഗങ്ങളടക്കം മൗനം പാലിക്കുമ്പോൾ പിന്നെ ഇവിടെയുള്ള സാധാരണക്കാരന് ഏതു രാഷ്ട്രീയ പാർട്ടിയിലാണ് വിശ്വാസം അർപ്പിക്കുവാനുള്ളത്? നിങ്ങൾക്ക് സ്വന്തമായി വേണമെങ്കിൽ ഒഴുകുന്ന പുഴയും ഒന്നിനും കഴിയാത്ത പുഴയുടെ തീരവും കണ്ടൽ കാടുകളും വാങ്ങാം. അത് അവനവന്റെ കീശയിലെ സ്വന്തം പണം കൊണ്ട്, അല്ലാതെ പാവപ്പെട്ടവൻ ചോര നീരാക്കി ഉണ്ടാക്കി സർക്കാരിലേക്ക് അടക്കുന്ന നികുതി പണം കൊണ്ടാകരുത്. ഓരോ തിരൂരുകാരനും അഭിമാനമായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരിൽ തിരൂരിൽ ഒരു മലയാളം സർവകലാശാല ഉണ്ട് എന്നത്. എന്നാൽ ഈ അഭിമാനത്തിനപ്പുറം ഇത് അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്തച്ഛന്റെ പേരിലുള്ള മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി വാങ്ങിയതാണ് ഇടതുപക്ഷം ഓരോ മലയാളിയോടും ചെയ്തിട്ടുള്ള വഞ്ചന. വെട്ടം വില്ലേജിൽ മാങ്ങാട്ടിരി പാലത്തിന് സമീപം ക്യാമ്പസ് നിർമ്മിക്കുവാൻ വാങ്ങിയ സ്ഥലം കെട്ടിടം പോയിട്ട് ഇവിടെ ഒരു കല്ല് പോലും ഇടുവാൻ കഴിയില്ല എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും കണ്ടാൽ മനസ്സിലാകുന്നതാണ്. അവിടെയാണ് കൊട്ടും കുരവയും ആഘോഷങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പസിന് തറക്കല്ലിട്ടത്. ഇതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാൻ? കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ ഭൂമി പാവപ്പെട്ടവന്റെ നികുതി പണം ഉപയോഗിച്ച് വാങ്ങുവാൻ ഇടതുപക്ഷം കാണിച്ച ഈ പ്രവൃത്തിയെ എന്ത് പേരിട്ട് വിളിക്കണം? ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ വിധിയെ പോലും മറികടന്ന് ചെയ്തു കൂട്ടിയ ഈ പ്രവൃത്തിയിൽ ലാഭം ആർക്കൊക്കെയാണ്? ഇപ്പോൾ ഇതാ മറ്റൊരു വിവരം കൂടി പുറത്തു വരികയാണ്. നിലവിൽ മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ കൈവശമുള്ള സ്ഥലത്തു നിന്നും നിലവിൽ എടുത്തത് പോരാതെ വീണ്ടും 5 ഏക്കർ സ്ഥലം കൂടി മലയാളം സർവകലാശാല ഏറ്റെടുക്കുവാൻ നീക്കം നടക്കുന്നതായി അറിയുന്നു. TMG കോളേജിന് പുതിയ കെട്ടിടത്തിന് കിഫ്ബി 10 കോടി രൂപ അനുവദിച്ച് കോളേജിനോട് ചേർന്നുള്ള തെക്ക് വശത്തുള്ള 5 ഏക്കർ ഭൂമിയാണ് മലയാളം സർവകലാശാലയ്ക്ക് വേണമെന്ന് പറയുന്നത്. മലയാളം സർവകലാശാല വന്നത് മലയാളിക്കോ അതോ ഇടതുപക്ഷ ഭൂമാഫിയയ്ക്കോ വേണ്ടിയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. താൽക്കാലികമായി മലയാളം സർവകലാശാല തുടങ്ങുവാൻ TMG കോളേജിന്റെ 5 ഏക്കർ സ്ഥലം ഏറ്റെടുത്തതാണ്. അന്ന് പറഞ്ഞത് മലയാളം സർവകലാശാലയ്ക്ക് സ്ഥിരമായി സ്ഥലം കണ്ടെത്തുന്നത് വരെ മാത്രമാണ് TMG കോളേജിന്റെ സ്ഥലത്ത് സർവകലാശാല പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. എന്നാൽ ആ സ്ഥിരമായി ക്യാമ്പസ് കെട്ടിടം ഉണ്ടാക്കുവാൻ ഏറ്റെടുത്ത സ്ഥലമാണ് മുകളിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മാങ്ങാട്ടിരി പുഴയോട് ചേർന്ന് പുഴയോ ഭൂമിയോ എന്ന് പോലും വ്യക്തമാകാത്ത കണ്ടൽ കാടുകൾ നിറഞ്ഞ ഈ സ്ഥലം. ഇവിടെ കെട്ടിടം ഉണ്ടാക്കുവാൻ കഴിയില്ല എന്ന് വർഷങ്ങൾക്ക് മുന്നേ ഈ ഭൂമി വാങ്ങുന്ന സമയത്തും അറിയാവുന്നതാണ്. അതിപ്പോൾ യാഥാർത്ഥ്യവുമായി. ഇനി ചെയ്യേണ്ടത് TMG കോളേജിന്റെ കൈവശമുള്ളതിൽ നിന്നും 5 ഏക്കർ കൂടി ഏറ്റെടുക്കുക എന്നതാണ്. അങ്ങനെ മെല്ലെ ഏക്കറുകൾ സ്വന്തമാക്കി ഈ TMG കോളേജിനെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനാണ് സർക്കാരിന്റെ ഈ ശ്രമം. തിരൂർ വാക്കാടിന്റെ ഏറ്റവും വലിയ ഒരു മേൽവിലാസം തന്നെയാണ് TMG കോളേജ്. പ്രഗത്ഭരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് TMG കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വിവിധ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർ. വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്തിന്റെ നെറുകയിൽ നിൽക്കേണ്ട TMG കോളേജ് ഇവിടെ കൊണ്ടുവന്നത് ഇന്ന് ഇടതുപക്ഷത്തിന്റെ പേരിൽ പണസമ്പാദനം നടത്തുന്ന ഭൂമാഫിയകൾ അല്ല എന്ന് ഓർക്കണം. 25 ഏക്കർ ഭൂമി TMG കോളേജിന് വാങ്ങിയത് അന്നത്തെ പൂർവികർ ഈ നാടിന്റെ വികസനത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടിയാണ്. NAC TMG കോളേജിൽ സന്ദർശനം നടത്തുകയും ഒട്ടനേകം വികസന പ്രവർത്തനങ്ങൾക്ക് പദ്ധതി ഇട്ടതുമാണ്. ഈ സമയത്താണ് മലയാളം സർവകലാശാലയുടെ ഈ നീക്കം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെയുള്ള മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മൗനം പാലിക്കുന്നതിൽ ദുരൂഹതകൾ ഏറെയാണ്. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അതല്ല, തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരിൽ നടത്തിയ ഈ വലിയ ഭൂമാഫിയ തട്ടിപ്പിൽ ഇവിടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കുണ്ടോ? അങ്ങനെയെങ്കിൽ ആരെതിർത്തിട്ടും കാര്യമില്ല. പാവപ്പെട്ടവന്റെ നികുതി പണത്തിന് ഇനി ഒരു ചോദ്യം ഉണ്ടാകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം.